നിലമ്പൂർ മയിലാടിപ്പൊട്ടിയിൽ കാട്ടാന വീടിന്റെ മതിൽ തകർത്തു. സ്വകാര്യ സ്ഥലത്തെ മതിലും തകർത്തു. മയിലാടി നിവാസികൾ ആശങ്കയിൽ. 2 മാസത്തിനിടയിൽ കൊമ്പൻ തകർത്തത് 7 വീടുകളുടെ മതിലുകൾ. പുത്തൻ വീട്ടിൽ സാബുവിന്റെ വീടിന് മുന്നിലെ മതിലാണ് തകർത്തത്. ഇന്ന് പുലർച്ചെ 4:30ഓടെയാണ് വീടിന്റെ മുന്നിലെ മതിൽ തകർത്തതെന്ന് സാബു പറഞ്ഞു. ആന മതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ടെങ്കിലും ഭയം കൊണ്ട് പുറത്തിറങ്ങിയില്ലെന്നും സാബു പറഞ്ഞു. ആന ചിഹ്നം വിളിക്കുന്നത് കേട്ടുവെന്നും നേരം പുലർന്നു നോക്കുമ്പോഴാണ് മതിൽ തകർത്ത നിലയിൽ കണ്ടതെന്നും സാബു പറഞ്ഞു. ഏകദേശം ഒരു 4:15-4:30 ഒരു ശബ്ദം കേട്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയുടെ ഒരു ചിഹ്നം വിളി കേട്ടു. പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല. രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ അതിൽ പൊളിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പന്നിയുടെ ശല്യം കൂടുതലാണ്. അതുപോലെ 4:30-5 മണിയാകുമ്പം പള്ളിയിൽ പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവന് ഭീഷണിയാവും. ഒരുപാട് ടാപ്പിംഗുകാർ ഇതിലെ പോകുന്നവരാണ്. അതുകൊണ്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് മനുഷ്യർക്ക് സ്വൈര്യവികാരം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. മഞ്ചേരി സ്വദേശി ഫെബിൻ പണ്ടപ്പാടന്റെ സ്ഥലത്ത് നിർമ്മിച്ച മതിലും തകർത്തു. മയിലാടിപ്പൊട്ടി പുളിക്കൽ ബാലചന്ദ്രൻ എന്നയാളുടെ വീടിന്റെ മുൻഭാഗത്തും കേടുവരുത്തി. 30 രാസവള ചാക്കുകൾ വലിച്ചെറിഞ്ഞ ശേഷമാണ് മതിൽ തകർത്തത്. 100-ലേറെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് കാട്ടാനകളുടെ വിളയാട്ടം. പ്രശ്നത്തിൽ അധികൃതർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹൽ അകമ്പാടം പറഞ്ഞു. നാട്ടിലിറങ്ങുന്ന കൊമ്പന് ഏറ്റവും വലിയ ഇഷ്ടം വീടുകളുടെ മതിൽ തകർക്കുകയാണ്. 3 കൊമ്പനാനകൾ ഉൾപ്പെടെ 7 ആനകളാണ് മയിലാടിപ്പൊട്ടിയിൽ തമ്പടിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്താൽ പോലെ അപ്പൊ തന്നെ വരുന്നുണ്ട്. ഫോറസ്റ്റുകാരും മറ്റുള്ള ആളുകളും അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അവർ വന്നുകൊണ്ട് മാത്രം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിന് വേണ്ടത് എന്താ വെച്ചാൽ ഇതിന്റെ നിയമത്തിലൊരു അഴിച്ചുപണി വേണം. പിന്നെ എന്ന് വേണ്ടത് ഇപ്പൊ ഈ ആളുകളെ കൃഷിയും കാര്യങ്ങളും ഒക്കെ നഷ്ടം പറ്റി പോയി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന സംഖ്യ തുച്ഛമായ സംഖ്യയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇട്ടതാണ്. ഇതിന് വാഴ പോയാൽ തെങ്ങ് പോയാൽ ഇത്ര എന്നില്ല. അത് തുച്ഛമായ ഒരു ഇതാണ്. അതിൽ കൂടുതൽ ഇവർക്ക് എഴുതി കൊടുക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അതൊന്ന് പൊളിച്ച് എഴുതിക്കാണ്ട് അതൊന്ന് സംഖ്യ കൂട്ടാനുള്ള ഒരു നടപടി കേരള സർക്കാരായാലും വേണ്ടില്ല, കേന്ദ്ര സർക്കാരായാലും വേണ്ടില്ല. അതിനൊരു നിർദ്ദേശം എന്ന നിലയിലക്കാണ് നാട്ടുകാർ എന്ന നിലയിലേക്ക് നമ്മളിത് വെക്കുന്നത്. അതാണ് അധികം വേണ്ടത്. ഇതുവരെ കൃഷി നശിപ്പിക്കുന്ന ആനകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൂട്ടമായി വന്നുകൊണ്ട് ജനവാസ മേഖലയിലെ മനുഷ്യന്മാരുടെ സ്വൈര്യവിഹാരം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ മതിൽ ഇവിടെ പൊളിച്ചിട്ടിരിക്കുന്നു. ഇതിപ്പോൾ 2-3-4 മതിലുകളാണ് ഇന്നിവിടെ പൊളിച്ചത്. ഇന്നലെയും മിനിയാന്നുമൊക്കെ ആയിക്കൊണ്ട് വലിയ നാശനഷ്ടമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനകൾ വരുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ അക്രമകാരികളായിട്ടുള്ള ആനകളെ ഈ പ്രദേശത്ത് നിന്ന് തുരത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയോ അല്ലെങ്കിൽ മയക്കുവെടി വെച്ചുകൊണ്ട് ഇതിനെ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലോ നടത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വിഷയത്തിൽ MLA-യും അതുപോലെ തന്നെ നമ്മുടെ MP ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ ഇടപെടൽ കൂടി ഉണ്ടാകണമെന്നുള്ളതാണ്, ഈ ജനങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പൊക്കോട് വനമേഖലയിൽ നിന്നുമാണ് കാട്ടാനകൾ ഇറങ്ങുന്നത്. ഇന്നലെ രാത്രി മയിലാടിപ്പൊട്ടിയിൽ കാട്ടാന ഇറങ്ങിയതായി അറിയിച്ചതോടെ അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരും വനദ്യുത കർമ്മസേനയും എത്തി കാട്ടാനയെ സമീപത്തെ വനമേഖലയിലേക്ക് കയറ്റിവിട്ടിരുന്നുവെങ്കിലും പുലർച്ചെയെത്തിയാണ് മതിലുകൾ തകർത്തതെന്ന് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ചർ VK മോഹസിൻ പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിക്ക് ഈ മയിലാടിപ്പൊട്ടി ഭാഗത്ത് ആന ഇറങ്ങിയെന്നുള്ള വിവരം കിട്ടി. നമ്മളെ അകമ്പാടം സ്റ്റേഷൻ സ്റ്റാഫും RRT ടീമും ഈ സ്ഥലം സന്ദർശിക്കുകയും ആ സമയത്ത് ആനയെ കണ്ട് ആനയെ നമ്മൾ പൊക്കോട് വനത്തേക്ക് പടക്കൊക്കെ പൊട്ടിച്ച് ശ്രദ്ധ തിരിച്ച് ആരോ ഓടിപ്പിച്ചൊക്കെ ചെയ്ത് അതിനുശേഷം പുലർച്ചെ ഒരു 4 മണിക്കാണ് ഈ മയിലാടിപ്പൊട്ടി ഈ ഭാഗത്ത് വന്ന് 2 വീടുകളുടെ മതിൽ പൊളിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. രാവിലെ വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതിന് നഷ്ടപരിഹാരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഈ ആന ഈ മതിൽ പൊളിക്കുന്നതായിട്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മളെ അകമ്പാടം ഭാഗത്ത് ആനപ്പാറ ഭാഗത്തൊക്കെ 2-3 സ്ഥലങ്ങളിൽ ഇപ്പോൾ ആന മതിൽ പൊളിച്ചിട്ടുണ്ട്. അതിലും അവർക്ക് വേണ്ട നഷ്ടപരിഹാരത്തിനും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരുടെ ആവശ്യം ഈ വനത്തിനോട് ചേർന്ന് നടക്കുന്ന ഭാഗത്തെ കാട് വെട്ടണം എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് അതൊരു ബ്ലോക്ക് മെമ്പർ സ്ഥലത്തുണ്ട്, മെമ്പറോടും വാർഡ് മെമ്പറോടൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്യമൃഗ വിഷയത്തിൽ MP MLA-മാർ ഉൾപ്പെടെ ഇടപെടണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.